ബൽറാം, ഉടനൊരു വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയുന്നു. അതേസമയം തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിൽ വാർത്താ സമ്മേളനം മാറ്റിയെന്ന ഒരു കൺഫ്യൂഷനും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും, എല്ലാ മാധ്യമങ്ങളും ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ സജ്ജമായിട്ട് ക്യാമറകളൊക്കെ ഒരുക്കി നിൽക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ രാത്രിയിലും വീണ്ടും നടക്കുന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറയുന്ന വാർത്തയും ഏറ്റവും പുതിയതായി വരുന്നുണ്ട്. അപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകാനുള്ളത്? ശ്രീനഗറിൽ ഏതാനും നിമിഷം മുമ്പാണ് വൻ സ്ഫോടന ശബ്ദം കേട്ടത്. 2 തവണയാണ് സ്ഫോടന ശബ്ദം ഉണ്ടായത്. എന്നാൽ അത് എന്ത് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ രാത്രിയിൽ ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമാക്കി 2 ഡ്രോണുകൾ അയച്ചിരുന്നു പാകിസ്ഥാൻ. അവ രണ്ടും എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് അത് തകർക്കാനായി. ആ 2 ഡ്രോണുകളും വ്യോമ പ്രതിരോധത്തിൽ തകർന്നു വീണു. എന്നാൽ ഇന്ന് രാവിലെയാണ് വീണ്ടും സ്ഫോടന ശബ്ദം ഉണ്ടായത്. ഈ ബ്ലാക്ക് ഔട്ട് ശ്രീനഗറിൽ ഇന്നലെ രാത്രി 8 മണിയോടെ പ്രഖ്യാപിച്ചിരുന്നു. പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. പിന്നീട് വൈദ്യുതി എത്തി അല്പസമയത്തിന് ശേഷമാണ് വീണ്ടും ഈ സ്ഫോടന ശബ്ദം കേട്ടത്. 2 തവണ തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഇത് എന്താണ് അതിന്റെ എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല. ഏറെ ദൂരം കേൾക്കുന്ന തരത്തിലുള്ള ഉഗ്ര ശബ്ദമാണ് ശ്രീനഗറിൽ ഉണ്ടായത്. അതേസമയം അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഈ കഴിഞ്ഞ രാത്രിയും അതിശക്തമായി. ഒരു നിമിഷം, നമ്മൾ പ്രേക്ഷകരെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീനഗറിൽ അല്പസമയം മുമ്പ് സ്ഫോടനം നടന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നു. ആ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രതീക്ഷയോടുകൂടെ ഉണരേണ്ട ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ രാവിലെ കേൾക്കുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങളാണ്. ബൽറാം, തുടരാം. ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയും അതിർത്തി മേഖലയിൽ ശക്തമായ വെടിവെപ്പ്, പാക് പ്രകോപനം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തി പോസ്റ്റുകളിൽ 8 അതിർത്തി പോസ്റ്റുകളിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി. ഈ ശക്തമായ വെടിവെപ്പിന് ഇന്ത്യ അതിശക്തമായ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പ്രധാനമായും പാകിസ്ഥാൻ മുൻ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് ജനവാസ മേഖലകൾ ആക്രമിക്കാനായി ഡ്രോണുകൾ അയച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ ഡ്രോണുകളെല്ലാം തന്നെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഈ ശ്രീനഗറിൽ അല്പസമയം മുമ്പ് ഇതേപോലെയുള്ള സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഉധംപൂരിലെ ദിബ്ബറിലും അത്തരത്തിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ കേൾക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഇക്കണോമിക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ അല്പസമയം മുമ്പാണ് 2 സ്ഫോടനങ്ങൾ, തുടർച്ചയായുള്ള സ്ഫോടനങ്ങൾ 2 തവണ കേട്ടത്. ഉഗ്ര ശബ്ദത്തോടെയുള്ള സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇത് എവിടെ നിന്ന് എന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടും ഈ ഒരു ഘട്ടത്തിൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ രാത്രിയിലും ശ്രീനഗർ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2 ഡ്രോണുകൾ ഇത്തരത്തിൽ ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമാക്കി എത്തിയ 2 ഡ്രോണുകൾ തകർക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പിന്നീടും കഴിഞ്ഞ ദിവസവും സമാനമായ നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതും പ്രതിരോധ സംവിധാനം തകർക്കാൻ കഴിഞ്ഞു. അതിർത്തി മേഖലകളിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ തന്നെ ഇന്നലെ രാത്രിയും ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ പാകിസ്ഥാൻ ഷെല്ലുകൾക്കപ്പുറത്തേക്ക് ഡ്രോണുകളും ഇന്ത്യയിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് അയച്ചിരുന്നു. ഈ ഡ്രോണുകൾ എല്ലാം തന്നെ തകർക്കാൻ കഴിഞ്ഞതായാണ്. ഒന്നുപോലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എല്ലാം തന്നെ ഇന്ത്യക്ക് ഒന്നുപോലും നിലം തൊടും മുമ്പ് തന്നെ തകർത്തെറിയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ശ്രീനഗറിൽ പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള വലിയ സ്ഫോടന ശബ്ദം തന്നെ ഉണ്ടായത്. തുടർച്ചയായി 2 തവണയാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന.
ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. ഒപ്പം തന്നെ ഈ G7 രാജ്യങ്ങൾ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ G7 രാജ്യങ്ങൾ പഹൽഗാം ആക്രമണത്തെ ശക്തിയായി അപലപിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും എത്രയും വേഗം ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന അവരുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു സമ്മേളനമാണ് ഇത്തരത്തിലൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരു ഭാഗത്തു നിന്നും ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട, ജനജീവിതത്തിന് യാതൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യവും G7 രാജ്യങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതും ഏറ്റവും പുതിയതായി വരുന്ന ഒരു വിവരമാണ്. ബൽറാം നെടുങ്ങാടി നമ്മോടൊപ്പം തുടരുകയാണ്. ബൽറാം, ഈ ശ്രീനഗറിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു. ഒപ്പം തന്നെ ഉധംപൂരിലെ ദിബ്ബറിൽ സ്ഫോടന ശബ്ദം ഉണ്ടായി എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വീണ്ടും, അതായത് ഈ ബാർമറിലൊക്കെ ബ്ലാക്ക് ഔട്ട് വീണ്ടും പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ തുടർച്ചയായ ആക്രമണത്തിന് ശേഷം, ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ആക്രമണം, അത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിന് ശേഷം 3:15 പാകിസ്ഥാൻ അവരുടെ എല്ലാവിധ വ്യോമപാതകളും അടയ്ക്കുന്നു. ഉച്ചവരെയാണ് വ്യോമപാത അടച്ചതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി ഈ ഇരു ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? വാർത്താ സമ്മേളനം മാറ്റി എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. ഈ 5:45 വളരെ അസാധാരണമായും അപൂർവമായും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം മാറ്റി എന്ന ഇത് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അത്തരത്തിൽ ഈ വാർത്താ സമ്മേളനം മാറ്റി എന്നൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ ഇപ്പോൾ? ക്രിസ്റ്റീന, വാർത്താ സമ്മേളനം മാറ്റിയതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളില്ല. സാധാരണമായി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുക. ഈ ഒരു സമയത്ത് പുലർച്ചെ വാർത്താ സമ്മേളനം എന്നുള്ളത് അസാധാരണമായ ഒരു വാർത്താ സമ്മേളനമാണ്. എന്നാൽ മാറ്റിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അതേസമയം ഈ മേഖലയിൽ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സംസ്ഥാനങ്ങളെല്ലാം ലക്ഷ്യമാക്കി കഴിഞ്ഞ രാത്രിയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തുടർച്ചയായുള്ള ഡ്രോൺ ആക്രമണം, ഒപ്പം തന്നെ അതിർത്തി മേഖലയിൽ ഷെല്ലാക്രമണം എന്നിവയാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത്. ഈ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി തുടർച്ചയായി ഡ്രോൺ ആക്രമണം കഴിഞ്ഞ രാത്രിക്ക് സമാനമായി തന്നെ ഇന്ത്യയിലെ അതിർത്തി മേഖലകൾക്കൊപ്പം തന്നെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും ഉണ്ടായി. ബൽറാം, കൂടുതൽ വിശദാംശങ്ങളുമായി എത്തുക. നമുക്കൊപ്പം അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, ഈ 5:45 ഒരു വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുന്നു. അതനുസരിച്ച് ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളും തയ്യാറെടുക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ മാറ്റിവെച്ചിട്ട് 10 മണിക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.